ദിവസമായിരുന്നു? ഇന്ന് നമ്മളുടെ 22ാമത്തെ ദിവസമല്ലേ അല്ലേ സാറേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ഈ 50 ഡേ സ്റ്റഡി പ്ലാൻ? നമ്മുടെ എല്ലാ ആസ്പിറൻസിനും ഉള്ള ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ്. ഞങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ അറിയാം, പക്ഷെ ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം? എൻ്റെ സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞാൽ റീസണിങ്ങിൽ എത്ര പസിൽസ് ചെയ്യണം, അല്ലെങ്കിൽ മിസ്ലേനിയസ് എങ്ങനെ ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇതേപോലെ ഓരോ സബ്ജക്ട്സിനും ഡൗട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു 50 ഡേയ്സിലേക്ക് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഒരു ദിവസം റീസണിങ്ങിൽ ഇപ്പൊ 20 പസിൽസ് അല്ലെങ്കിൽ 10 പസിൽസ് ഏത് ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ആസ്പിറൻസിന് കൊടുക്കും. ആ ക്വസ്റ്റ്യൻസ് അതാത് ദിവസം അവർ കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ആൻസർ കീ സഹിതമായിരിക്കും നമ്മൾ കൊടുക്കുക. ക്ലാസ്സിന് പുറമെ അവർക്ക് എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് നമ്മളുടെ ഈ ഒരു 50 ഡേ സ്റ്റഡി പ്ലാൻ. റീസണിങ്ങിന് മാത്രമല്ല, ഇതേപോലെ ഇംഗ്ലീഷിനും ഇല്ല മിസ്സേ? ഉണ്ട്. ഇംഗ്ലീഷിനാകുമ്പോൾ RC, പാരാജമ്പിൾ, ക്ലോസ് ടെസ്റ്റ് പോലെ പാരാഗ്രാഫായി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പലരും അവോയ്ഡ് ചെയ്യാറുണ്ട്, പ്രാക്ടീസ് തീരെ ചെയ്യാറില്ല. പക്ഷെ ഡെയിലി അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ, വിത്ത് ആൻസേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ അവർക്കതൊരു പ്രചോദനമാവുകയാണ്. മാത്രമല്ല, അങ്ങനെ ഡെയിലി ചെയ്തു വരുമ്പോൾ വീക്കായിട്ടുള്ള പല ഏരിയാസും അവർക്ക് കവർ ചെയ്ത് അവർക്കത് സ്ട്രോങ് ബേസ് സെറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇത് ഇംഗ്ലീഷിന് മാത്രമല്ല, കോണ്ട് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 50 ഡേ സ്റ്റഡി പ്ലാനിൽ നമ്മൾ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് പഠിച്ചു പോകേണ്ടത്, അതിൻ്റെ എക്സാക്ട് ഓർഡറിലാണ് നമ്മൾ എല്ലാം കൊടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബേസിക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും അതിനുശേഷം പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ അതിനുശേഷം മെയിൻസുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാക്റ്റ് ആയിട്ട് ഒരു 50 ഡേയ്സ് ഫോളോ ചെയ്താൽ തന്നെ മെയിൻസിന് സ്റ്റുഡൻസ് എല്ലാം വെൽ പ്രിപ്പയർഡും ആകും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എങ്ങനെ മിസ് ചെയ്യും? കറണ്ട് അഫെയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയില്ല 6 മാസത്തെ കറണ്ട് അഫെയർ ആണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 6 മാസത്തെ കറണ്ട് അഫെയർ പഠിക്കണം എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും പ്രിലിംസ് വരെ ഒന്നും നോക്കാതിരിക്കുകയും അത് കഴിഞ്ഞ് മെയിൻസ് ആകുമ്പോഴത്തേക്കും ഭയങ്കര റഷ് ചെയ്ത് 6 മാസം പഠിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് മാറ്റി വെച്ച് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കറണ്ട് അഫെയറിൻ്റെ കാര്യത്തിൽ പഠിക്കുകയാണെങ്കിൽ, നമുക്കൊരു സ്കോറിംഗ് സബ്ജക്റ്റ് തന്നെയാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും നമ്മുടെ മെയിൻസ് ക്വാളിഫൈ ചെയ്യിക്കാൻ ഹെൽപ്പുള്ളൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫെയർസ്. അപ്പോൾ അത് ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ വീക്ക്ലി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ വീക്ക്ലി കറണ്ട് അഫെയർ കഴിഞ്ഞ് ഒരു മന്ത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ മന്തിലത്തെ MCQ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊരു ക്വിസ് മോഡിൽ പ്രൊവൈഡ് ചെയ്യുകയും ആ ക്വിസ് മോഡിൽ അത് ചെയ്യുകയുമാണ് ആസ്പിറൻസ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുന്ന സമയത്ത് തിയറി പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് കൂടി കറക്റ്റ് ആവുകയും ചെയ്യും. അതാണ് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ആസ്പിറൻസ് അല്ലേ, എല്ലാ ബാച്ചിലത്തെയും ആസ്പിറൻസ് ഇപ്പോൾ ഈ ഒരു 50 ഡേ സ്റ്റഡി പ്ലാനിൽ കൂടിയാണ് ഗോ ത്രൂ ചെയ്യുന്നത്. അപ്പോൾ ഈ 50 ഡേ സ്റ്റഡി പ്ലാനിന് മുന്നേയും അതിന് ശേഷവും എങ്ങനെയാണ് അവരുടെ ചേഞ്ചസ് എന്ന് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക. എങ്ങനെയാണ് ഈ 50 ഡേ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ ഈ ഒരു ബാങ്ക് എക്സാം സ്റ്റഡി ജേണിയിൽ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കിയത് എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.